ഗൈസ് വീണ്ടാമതും ഒന്ന് ചാടി. കുറച്ച് മുന്നേ ഒരു കുട്ടിനെയും കൊണ്ട് ഒരു പെണ്ണിനെ കാണാനില്ലാണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതും ഇതേപോലെ ഒരുത്തൻ്റെ ഒപ്പം പോയതാണെന്ന് പറഞ്ഞു. 3 കുട്ടികളുടെ തൻ്റെ ഒപ്പം പോയതാണെന്ന് പറഞ്ഞു. ഒരു പവനം പോലെയുള്ള ഒരു ചെക്കനെ വിട്ടിട്ട് അതിനൊരു റിയാക്ഷൻ വീഡിയോ പോലെ കുറച്ചൊരു സൈക്കോളജിസ്റ്റ് അങ്ങനത്തെ രീതിയിൽ കൗൺസിലർ പോലെ രീതിയിൽ സംസാരിക്കുന്ന ഒരു ആളെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് റീച്ചുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഫിസിക്കൽ റിലേഷൻ കാരണമാണ്, ഫിസിക്കൽ റിലേഷന് ഒരു പെണ്ണിന് സംതൃപ്തി ആകാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന ഇങ്ങനെ വേറൊരുത്തൻ്റെ ഒപ്പം പോവാനിങ്ങനെ പ്രേരിപ്പിക്കണമെന്ന് പറഞ്ഞു. ഒരു ഗേൾ എന്ന നിലയിൽ ഞാൻ പറയും അതല്ല സംഗതി, അതൊന്നല്ല ഫിസിക്കൽ റിലേഷൻ അല്ല. കാരണം ഫിസിക്കൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരാളോട് പെട്ടെന്ന് തോന്നുന്ന ഒന്നല്ല ഫിസിക്കൽ റിലേഷൻ. ഒരു ആളേറ്റ് ഇഷ്ടപ്പെട്ട് അതിന് ശേഷമാണ് ഫിസിക്കൽ റിലേഷന് എങ്ങനെയായാലും ഗേളിന് വരുള്ളൂ. ഇഷ്ടപ്പെടുന്ന ചെക്കന് അങ്ങനെ ഭയങ്കര പവർ ഉണ്ട് എന്നൊന്നും ഒരു ഗേളിനും അറിയില്ല. ഫിസിക്കൽ റിലേഷൻ അല്ല മെയിനായിട്ടുള്ളത്. ഒരു പെണ്ണിന് ഫിസിക്കൽ റിലേഷൻ ഒരു ചെക്കൻ്റെ അടുത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മെൻ്റൽ റിലേഷനാണ് ആദ്യം ഉണ്ടാവുക. മെൻ്റലായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളടുത്തെ ഫിസിക്കലായിട്ടുള്ള റിലേഷൻ ഒരു പെണ്ണിന് പൂർണ്ണ സംതൃപ്തി ഉണ്ടാവുള്ളൂ. പറഞ്ഞു വന്നത് അതൊന്നല്ല കാരണം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം എന്നല്ല, ഇങ്ങനെ പോക്കുന്നുള്ള കാരണം എന്താ വെച്ചാൽ റൊമാൻറ്റിക്കായിട്ട് ഹസ്ബൻഡ് സംസാരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഹസ്ബൻഡ് റൊമാൻറ്റിക് ആയാൽ തന്നെ അത് ഒരു വൈഫിന് ഫീൽ ചെയ്യൂല. കാരണം എന്താ വെച്ചാൽ ഡെയിലി ഇപ്പോൾ സ്വന്തമായി കഴിയുമ്പോൾ നമുക്കുള്ള ആ ഒരു ഇതൊക്കെ ഫീലൊക്കെ പോകും. കാരണം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത്, ഇപ്പം നിക്കാഹിൻ്റെ മുൻപ് സപ്പോസ് ജസ്റ്റ് ഒന്ന് നമ്മളെ കല്യാണം കഴിക്കാൻ പോണ ആളെ കയ്യിലൊന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ ഇതിന് എന്താ പറയുക കറണ്ട് അടിച്ചൊരു ഫീലിങ്, അതേമാതിരി കോരിത്തരിപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കല്യാണം കഴിഞ്ഞാൽ എവിടെ തൊട്ടാലും ഒരു ഫീലിങ്സും ഉണ്ടാവില്ല. അതൊരു റിയാലിറ്റിയാണത്. അപ്പോൾ വേറൊരുത്തനെ വല്ലപ്പോഴും ഇങ്ങനെ സൊള്ളാൻ കിട്ടുമ്പോഴും പെണ്ണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഡായിട്ട് മെൻ്റലി ഭയങ്കര ടയേർഡായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ സ്വന്തം ഹസ്ബൻഡുമാരെ മൈൻഡ് ചെയ്യൂല. അതേസമയം കണ്ടവൻ്റെ വൈഫ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റി മുത്തേ, എന്താ ഇക്കാൻ്റെ കുട്ടിക്ക് പറ്റിയത്, ഇക്കാൻ്റെ കുട്ടീൻ്റെ അസുഖം മാറിയോ, ഇപ്പം നമ്മളൊക്കെ അഥവാ ഫീവർ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഇട്ടാൽ അസുഖം മാറിയോ, ഹോസ്പിറ്റലിൽ കാണിക്കണം കേട്ടോ, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മളെ ഹസ്ബൻഡ് പറയൂല, അത് വേറെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ പോണത്. പിന്നെ അതേപോലെ ഇങ്ങനെ മെൻ്റലി റിലേഷനായി കഴിഞ്ഞ് സൗഹൃദമൊക്കെ ആയി കഴിഞ്ഞ് ഇങ്ങനെ പതുക്കെയാണ് ഈ വേറെ അവിഹിതത്തിലേക്ക് കിടക്കുക. ആദ്യം ഫ്രണ്ട്സ് ആവും, പിന്നെ അത് ഭയങ്കര സൗഹൃദമാവും, മെസ്സേജ് അയക്കുമ്പോഴത്തിന് റിപ്ലൈ ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ വരും. ആ സമയത്ത് പിന്നെ ഇങ്ങനെ ചോദിക്കും ഏത് ഡ്രസ്സ് ഇട്ടേക്കുന്നേ, ഈ ഡ്രസ്സ് ഇട്ടാൽ നല്ല സ്റ്റൈലായിരിക്കും, പ്രത്യേകിച്ച് അതായത് ഇന്നേഴ്സിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഈ ഡ്രസ്സ് ഇതെങ്ങനെയുണ്ട്, ഇതിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും, ഇതിട്ടിട്ട് ഫോട്ടോ എടുക്ക്, ചിലപ്പോൾ നെറ്റ് കൊണ്ടുള്ള സംഭവമൊക്കെ കാരം, അതൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്ക് എന്നിട്ട് അയക്ക് എന്നൊക്കെ പറയും. ഹസ്ബൻഡ് അത് പറയൂല, കാരണം ഹസ്ബൻഡിന് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഹസ്ബൻഡിന് അങ്ങനത്തെ ചിന്തയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്നത് എടുക്കണം, ഇന്നത് ഇടണം, നെറ്റിൻ്റെ ഇടണം, മറ്റേ ഇടണം, മറിച്ച് ഇടണം എന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഇപ്പം കെട്ടിപ്പിടിച്ച് ഇപ്പം ഈ ഫ്രഞ്ച് കീസൊക്കെ അടിക്കുന്ന വീഡിയോസൊക്കെ സെൻഡ് ചെയ്യുക ഓരോരുത്തർ. സ്വന്തം വൈഫിനെ സെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, കണ്ടോൻ്റെ വൈഫിന് സെൻഡ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ എനിക്കിങ്ങനെ അറിയണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് ആൾക്കാരത് കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നെ ഇൻബോക്സിൽ ഇങ്ങനെ ഓരോരുത്തർ മെസ്സേജ് അയക്കലുണ്ട്. ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും അയക്കില്ല. പിന്നെ ഒരു തവണ വീഡിയോസ് അയച്ചു. അന്ന് ഞാൻ അവൻ്റെ അമ്മ മുതൽ മരിച്ചുപോയ അമ്മമ്മക്ക് വരെ പറഞ്ഞു. പിന്നെ ഒറ്റ ബ്ലോക്ക് ആക്കല, ഫേക്ക് ID എന്നാണ്, നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അത് ബ്ലോക്ക് ആക്കല. അങ്ങനെ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ, അങ്ങനെ ഒരു വേണ്ടാത്ത രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ്, ഫ്രഞ്ച് കീസ് അടിക്കുന്ന വീഡിയോസൊക്കെ സ്വന്തം വൈഫിന് അയച്ചെടുത്ത് കാലങ്ങളായിട്ടുണ്ടാവും. അത് വേറൊരുത്തൻ്റെ വൈഫിന് അയച്ചു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോത്തിനിങ്ങനെ കുളിരിങ്ങനെ കൂടും. അത് ഓം ശാന്തി ഓശാനയിൽ നസ്രീ എന്ന് പറയുന്ന വരെയും നമുക്ക് ഇഷ്ടമുള്ള കാണുമ്പം അടിവയറ്റിൽ മഞ്ഞു വീണൊരു സുഖം ഉണ്ടാവുമല്ലോ, അതേപോലെ എന്ന് പറഞ്ഞ പോലെയാണ് വേറെ ഒരുത്തന് ഇതേപോലത്തെ മെസ്സേജും കാര്യങ്ങളും പിന്നെ അതേപോലെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് കണ്ട് ഫ്രഞ്ച് കീസ് അടിക്കണ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഉണ്ടാവുക. അത് ഇവന് സ്വന്തം വൈഫിനും അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, ഇവള് സ്വന്തം ഹസ്ബൻഡിനും അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് രണ്ടും ചെയ്തിട്ടുണ്ടാവില്ല രണ്ടാളും.
ഇത് രണ്ടും സ്വന്തം വൈഫിനാണ് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫീലിങ്സ് ഇവർക്ക് വരില്ല. അതാണ് മെയിനായിട്ട്. അതേപോലെ ഹസ്ബൻഡിനെ അയച്ചു കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഇവർക്ക് വരില്ല. അതൊക്കെ തന്നെയാണ് കാരണം. അല്ലാതെ ഡയറക്റ്റ്ലി ഇപ്പോൾ പറയുന്ന പോലെ ഈ തൃപ്തിപ്പെടാനോ ഈ ഫിസിക്കൽ റിലേഷൻ തൃപ്തിയാകാനിട്ടോ പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നല്ല ഹസ്ബൻഡും വൈഫും തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ സെറ്റാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് നടക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഈ അയാൾ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അതല്ല. ഇതൊക്കെ തന്നെ കാരണം. മനസ്സിലായോ?